ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ടോപ്പിൻ്റെ ഈ തയ്യലാണ്. ഈ തയ്യൽ ചിലർക്ക് പിടിക്കത്തില്ല, കാരണം ഇച്ചിരി വണ്ണമുള്ളവർക്കൊക്കെ അതൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പം ഞാനിതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ഞൂറുവിങ്ങ അഴിച്ചെടുക്കുവാണ്, ഈ അഴിച്ചു മാറ്റുവാണ്. ഞാനിതെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ടുവരാം. അപ്പം തന്നെ ഞാനിത് അഴിച്ച് ഇനി നമുക്ക് എന്നാ എടുക്കുന്നത്, ഈ ഞുറുവെല്ലാം ഇങ്ങനെ അഴിച്ചിട്ടേ ഇനി നമ്മൾ ഈ ഞുറുവ് മാറ്റിയിട്ട് നേരെ വെച്ചും കൊണ്ട് ഇതും ഈ മുകളത്തെ പീസുമായിട്ട് അങ്ങ് സെറ്റാക്കാം. ഞാനിത് തയ്ച്ചുകൊണ്ട് വരാമേ. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഞുറുവെല്ലാം കളഞ്ഞ് തേണ്ടി ഇവിടെ ഇങ്ങനെ സെറ്റാക്കി നല്ലപോലെ നിരപ്പാക്കി അടിച്ചേ. ഈ ഞുറുവെല്ലാം തേണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ആ ഞുറുവെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ബാക്കി നമ്മൾ അടിച്ച് നിരപ്പാക്കി. ഈ ചുളിവ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേക്കണം, എന്നാലേ മാറത്തുള്ളൂ ആ ഞുറുവിൻ്റെ ചുളിവ്. പിന്നെ ഇനി ഇതെന്തെടുക്കണമെന്നറിയാവോ, നമ്മൾ ഈ അംബർല കട്ടിങ് പോലെ കാണിച്ചു തരാം. ഈ ബാലൻസ് വന്നത് നമ്മൾ എന്തെടുക്കണമെന്നറിയാവോ, ഇവിടുന്ന് വെട്ടി താഴോട്ട് വരുമ്പോഴത്തേക്ക് തീരെ ചെറുതാക്കി വരണം. അതായത് കാണിച്ചു തരാം. ഇവിടുന്ന് വെട്ടണം. ഇവിടുന്ന് വെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ വരുമ്പോൾ ഇത് ഒപ്പത്തിനാക്കി എടുക്കണം. അതായത് ഈ ബാലൻസ് വന്ന് ഇവിടുന്ന് വെട്ടിയാലും ഇവിടുന്ന് വെട്ടി ഇങ്ങനെ നേരെ വെട്ടരുത്. ഇങ്ങനെ ക്രോസ് കട്ടിങ് നമ്മൾ അടിപ്പാവാടയ്ക്കൊക്കെ വെട്ടത്തില്ലേ, അതുപോലെ ഇങ്ങനെ ചെരിച്ചിഞ്ഞ് കൊണ്ടുവന്ന് താഴെ വരെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് ചെറുതായിട്ട് നിർത്തിയേക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. അല്ലാതെ നേരെ വെട്ടിയാൽ നമുക്ക് ഇത് ലൂസ് കിട്ടാതെ വരും. അടിഭാഗത്ത് നമുക്ക് തട്ടും. നമുക്ക് കനം കുറഞ്ഞവർക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വണ്ണമുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് പറയാം. അതുപോലെ തന്നെ നമുക്ക് അടിയിൽ ലൈനിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലൈനിങ് ക്രോസ് ഇട്ട് വെട്ടിയതായിരിക്കും. ആ ലൈനിങ്ങിനെ നമ്മൾ അതിന്റെ മോഡലിൽ അങ്ങ് വെട്ടിയാലും മതി. ഇത് കണ്ടോ, ഈ ലൈനിങ് ഇത്രയും വലിപ്പമുണ്ട്, കാണാവോ? കണ്ടോ, ഇത് ലൈനിങ് ആണ്. അപ്പൊ ഈ ലൈനിങ്ങിന്റെ അതേ അളവില് ആ തുണി അങ്ങ് വെട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പുറക് ഈ പുറമുണ്ടല്ലോ, ഈ പുറകുണ്ടോ, പുറകിൽ ഞുറുവില്ല. കണ്ടോ, ഇതാണ് ഇതിന്റെ ബാക്ക് ഭാഗം. ഇവിടെ ഞുറുവില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ പുറകിന്റെ അളവിലാണേലും ഇതങ്ങ് വെട്ടിയെടുത്താൽ മതി. ഈ പുറകെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ അളവിൽ ഇങ്ങ് വെട്ടി ഇത്രയേ അങ്ങ് കളഞ്ഞാൽ മതി. കണ്ടോ, ഞാനിത് വെട്ടിക്കൊണ്ട് വരാവേ. അപ്പോൾ തേണ്ട ഈ ടോപ്പിൻ്റെ പുറം ഭാഗമാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അവിടെ വെട്ടും തയ്യലും ഒന്നുമില്ലല്ലോ, നേരെ അമ്പർല കട്ടിങ് പോലെ എടുക്കാം. അപ്പം നമ്മൾ ഈ മുൻവശത്തെ തേണ്ട ഈ ഞൂറുപാണ് ഈ കിടക്കുന്നത്. അപ്പം നമ്മൾ എന്തെടുക്കണമെന്നറിയാം, ഇവിടുന്ന് കണ്ട ആ ഏങ്കോണിച്ച് കാണുന്ന കണ്ടോ ആ മൂല വരെ ഇത് വെട്ടിക്കളയണം. അതുപോലെ തന്നെ ഈ സൈഡും ഇങ്ങനെ വെട്ടിക്കളഞ്ഞേക്കണം. അതിൻ്റെ അടയാളമാണ് ഈ പുറയിലത്തെ പുറം ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ അടയാളം. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം അതാണ് ഞാനിത് കട്ട് ചെയ്തേ. ഇതാണ് കട്ട് ചെയ്ത തുണി. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും തയ്ച്ചുകൊണ്ട് വരാം. ഇവിടെ അടിക്കാം, അവിടെ അടിക്കാം. നമ്മളിങ്ങനെ ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തേ. അപ്പം നമുക്ക് ഈ അടിയിലുണ്ടല്ലോ ഇച്ചിരി ഏറ്റക്കുറച്ചിലുകൾ വരുവേ, അത് ഞാൻ നിരപ്പാക്കി വെട്ടി. ഇനി അടിഭാഗം നമുക്ക് തയ്ച്ചുകൊണ്ട് പോകാം. ആ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ എന്നെ എടുക്കണമെന്നറിയാം, ഈ ലൈനിങ്ങും ശരിയാക്കി വെട്ടിയെടുക്കണം. വെട്ടിയിട്ട് നമുക്ക് ഈ ഇറമ്പ് ചേർത്ത് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തു. തന്നെ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തു. ഈ ചുളിവുണ്ടല്ലോ, ഇത് തേക്കുമ്പം പൊയ്ക്കോളും. അപ്പം ഞാൻ ഈ അടിഭാഗവും കൂടെ തയ്ച്ചുകൊണ്ട് വരട്ടെ. നമ്മളപ്പോൾ അതങ്ങനെ ശരിയാക്കി എടുത്ത് കണ്ടോ, അവിടെ താഴെ ഇച്ചിരി ഏറ്റക്കുറച്ചിലുകൾ വരും. കാരണം ഈ രണ്ട് സൈഡും ശാലം താന്ന് കിടക്കും, കാരണം ഞുറുവ് കണ്ടിച്ച് കളയുന്നല്ലേ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനത് ഒപ്പമാക്കി വെട്ടി. അപ്പം വെട്ടിയപ്പം ലൈനിങ് താഴെ വന്നപ്പോൾ ആ ലൈനിങ്ങും വെട്ടി നിരപ്പാക്കി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.